Hello friends, welcome to Shrutis Food Lab. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഫ്രൈഡ് സ്വീറ്റ് ഡംപ്ലിങ്സ്. ഇതിനെ അറബിക്കിൽ ലുഖൈമത്ത് എന്നും ഗ്രീക്കിൽ ലുക്കുമാദസ് എന്നും പറയും. ഇത് ഡെസേർട്ടായിട്ടും സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ബൗളിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. നമ്മളിത് ഈസ്റ്റൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി അടുത്തതായിട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 ഏലക്കയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നാരങ്ങ നീരോ റോസ് വാട്ടറോ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ റോസ് വാട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഷുഗർ സിറപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നതിന് ശേഷം ഒരു 2 മിനിറ്റ് കൂടി വെച്ച് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് ചെറുതായിട്ട് ബോൾസ് ആക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അതിനായിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഒരു പാൻ ചൂടാക്കിയെടുക്കാം. 1 ടീസ്പൂൺ അളവിൽ നേരത്തെ കുഴച്ച് വെച്ച മാവ് എടുത്തതിന് ശേഷം അത് കയ്യിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ട് ഉരുട്ടി നമുക്കൊന്ന് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയും കൂടി നമുക്ക് ചെയ്തെടുക്കാം. മാവെല്ലാം കൂടി നമുക്ക് ഒരു ട്രിപ്പിന് തന്നെ ചെയ്തെടുക്കണ്ട, 2 ട്രിപ്പായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. കാരണം കുറച്ച് സ്പേസ് വിടുന്നതാണ് നല്ലത്. 2 സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്രൈഡ് ഡോ ബോൾസ് റെഡി ആയിട്ടുണ്ട്. ബാക്കിയിരിക്കുന്ന മാവ് കൂടി ഇതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടോടെ തന്നെ ഷുഗർ സിറപ്പിലേക്ക് ഈ ഡോ ബോൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഡോ ബോൾസ് മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല, കുറച്ച് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇനി ഷുഗർ സിറപ്പ് മിക്സ് ചെയ്യാത്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇതിൽ സ്വീറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതങ്ങനെ തന്നെ കഴിക്കാവുന്നതുമാണ്. ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലുഖൈമത്ത് അല്ലെങ്കിൽ ലുക്കുമേദസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സോഫ്റ്റാണ്, ഈസ്റ്റൊന്നും ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നീട് കാണാം.